കമ്പ്യൂട്ടർ സയൻസിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് വീണ്ടും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡൈനാമിക് അറേ എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, നമുക്കറിയാം നമുക്ക് രണ്ട് തരത്തിലുള്ള അറേയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ ഈ സ്റ്റാറ്റിക് അറേ. നമ്മളത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ പ്രോഗ്രാം ചെയ്തതാണ്. ഈ ഡൈനാമിക് അറേ എന്നുള്ള കൺസെപ്റ്റ് എപ്പോഴാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ ഒരു അറേ ഡിക്ലെയർ ചെയ്യണം, അതിൻ്റെ അകത്ത് കുറേ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം, പക്ഷെ നമുക്കതിൻ്റെ സൈസ് മുൻകൂട്ടി അറിയത്തില്ല. ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സൈസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നവും പറഞ്ഞു. ഒന്നെങ്കിൽ അത് ഇൻസഫിഷ്യൻ്റ് ആയിരിക്കും, അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ. നമുക്ക് ആവശ്യത്തിനുള്ള ഡേറ്റ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാതെ വരും. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൈസ് പറഞ്ഞു, പക്ഷെ അത്രയും ഡേറ്റ ആവശ്യമില്ലാതെ വരും. അങ്ങനെയാണെങ്കിൽ മെമ്മറി വേസ്റ്റേജും വരും. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഈ ഡൈനാമിക് അറേ എന്നുള്ള കൺസെപ്റ്റ് വരുന്നതെന്ന് നോക്കാം. എപ്പോഴാണ് ഇഫ് ദ നമ്പർ ഓഫ് ഡേറ്റ ഐറ്റംസ് ഈസ് നോട്ട് നോൺ ഇൻ അഡ്വാൻസ്. അതായത് മുൻകൂട്ടി നമുക്ക് ഒരു ഡേറ്റയ്ക്കകത്തെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന അറേക്കകത്തെ ഡേറ്റ എത്രയെന്ന് മുൻകൂട്ടി അറിയാത്ത ഒരവസ്ഥ. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ഡൈനാമിക് അറേ എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് ഒമിറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്താൽ പോലും നമ്മൾ പക്ഷേ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു സൈസ് ഉണ്ടെങ്കിലേ പ്രോഗ്രാം വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്കവിടെ സക്സസ്ഫുള്ളായിട്ട് അറേ ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ ഡൈനാമിക് അറേ യൂസ് ചെയ്യുന്നത്. ഡൈനാമിക് അറേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇന്നലെ കണ്ടതാണ്. ഡൈനാമിക് അറേ ഈസ് ക്രിയേറ്റഡ് ഡ്യൂറിങ് റൺ ടൈം. ഈ ഡൈനാമിക് എന്നുള്ള വേർഡ് തന്നെ അതാണ്. റൺ ടൈമിലായിരിക്കും അതിൻ്റെ അകത്ത് അലോക്കേഷൻ നടക്കുക. നമ്മൾ മെമ്മറി അലോക്കേഷൻ്റെ അകത്ത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ പഠിച്ചതാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഡൈനാമിക് എന്നുള്ള വേർഡ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ അവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ന്യൂ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? നോക്കുക, ഡൈനാമിക് അറേ ഈസ് ക്രിയേറ്റഡ് ഡ്യൂറിങ് റൺ ടൈം യൂസിങ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഓപ്പറേറ്റർ ന്യൂ. ഇതിൻ്റെ സിൻടാക്സ് നോക്കിക്കോണം. പോയിന്റർ അസൈൻസ് ടു നമ്മുടെ ഓപ്പറേറ്റർ ന്യൂ ഡേറ്റ ടൈപ്പ് ഓഫ് സൈസ്. ഓക്കെ, നമുക്ക് ഇന്ന് ഇത് വെച്ചൊരു എക്സാമ്പിൾ നോക്കാം. എന്താണ്? ടു ഫൈൻഡ് ദി ഹയസ്റ്റ് പെർസെൻറ്റ് ഓഫ് പാസ് ഇൻ സ്കൂൾസ്. നമ്മളോടൊരു പ്രോഗ്രാം എഴുതാൻ പറഞ്ഞേക്കുവാണ്. കുറേ സ്കൂളിലെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. പാസ് പെർസെൻറ്റേജ് 90, 95 എന്നൊക്കെ പറഞ്ഞ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഹയസ്റ്റ് പെർസെൻറ്റേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. പെട്ടെന്ന് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പക്ഷേ ഇവിടെ നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് നമ്മളോട് പറയുകയാണ് എത്ര സ്കൂൾസ് ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ കൺഫ്യൂഷനിലായി. ക്ലിയർ ആണല്ലോ? നമ്മളോട് നേരത്തെ പറയുകയാണ് 10 സ്കൂളിൻ്റെ പാസ് പെർസെൻറ്റേജ് കാണാൻ ഒരു പ്രോഗ്രാം എഴുതാൻ പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ആ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് ഓട്ടോമാറ്റിക്കലി അത് 10 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? പക്ഷേ ഇവിടെ നമ്മൾ പ്രോഗ്രാം എഴുതാൻ നേരത്തെ നമ്മളോട് ഈ പ്രോഗ്രാം എഴുതാൻ പറഞ്ഞ ആളോട് ചോദിച്ച് എത്ര സ്കൂളാണ് നമ്മൾ കൊടുക്കേണ്ടത് അറേയിൽ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ പറയുവാണ് അതറിയത്തില്ല. അപ്പോൾ ഈ കേസിലാണ് നമ്മൾ ഡൈനാമിക് അറേ എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം പ്രോഗ്രാം ഒന്ന് നോക്കാം. ഇവിടെ ഒരു പോയിന്റർ വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. പാസ് എന്നാണ് ആ പോയിന്റർ വേരിയബിളിൻ്റെ പേര്. മാക്സ് എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലോട്ടിംഗ് വേരിയബിൾ. എന്തുകൊണ്ടാണ് ഫ്ലോട്ട് യൂസ് ചെയ്യുന്നറിയാം. കാരണം പെർസെൻറ്റേജ് കാണുമ്പോൾ ഒരു സ്കൂളിൻ്റെ പെർസെൻറ്റേജ് ചിലപ്പോൾ 95.6 ആയിരിക്കും. അപ്പോൾ അത് ഇൻറ്റിജറിൽ ഹോൾഡ് ചെയ്യത്തില്ല. സോ വി ഡെഫിനറ്റ്ലി റിക്വയർ ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ ആണല്ലോ. അപ്പോൾ ഇവിടെ ഈ പാസ് എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണ്. ആൻഡ് മാക്സ് ഈസ് എ വേരിയബിൾ. എന്ത് വേരിയബിൾ ആണ്? എന്ത് ടൈപ്പ് ഓഫ് വേരിയബിൾ ആണ്? ഇറ്റ്സ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ. ദെൻ there is two variable, that is I and n, which are of type int. int എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിലുള്ള രണ്ട് വേരിയബിൾ I n. ഇനി നോക്കുക, പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എൻ്റർ ദി നമ്പർ ഓഫ് സ്കൂൾസ്. അത് നമുക്കറിയാം എന്താ എഴുതേണ്ടത്? സി ഔട്ട്. നമ്മൾ എത്ര സ്കൂളിൻ്റെയാണ് പാസ് പെർസെൻറ്റേജ് കാണുന്നത്. അപ്പം നമ്മൾ 5 എന്ന് എഴുതിയെന്ന് വെച്ചു. അപ്പോൾ അത് നമുക്ക് ഇൻപുട്ട് ചെയ്ത വാല്യൂ ഗെറ്റിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ CN യൂസ് ചെയ്തു, n. ഇപ്പോൾ നോക്കുക, എന്നിൻ്റെ അകത്ത് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന 5 സ്കൂളിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ എന്നിൻ്റെ അകത്തെ വാല്യൂ എത്രയായി? 5 എന്നായി. ക്ലിയർ ആണോ? നമുക്കിത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് ഇങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക,
ഇവിടെ n എന്ന് പറഞ്ഞു നോക്കാം, എൻ്റർ ദി നമ്പർ ഓഫ് സ്കൂൾസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ കൊടുത്തേക്കുന്നത് എത്രയാണ്? 5. ആ 5 എന്നുള്ളത് ഇത് n ആണ്, n-ൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യും. സോ n-ൻ്റെ വാല്യൂ എത്രയായി? 5 ആയി. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് പറയുകയാണ്, എൻ്റർ ദി നമ്പർ ഓഫ് സ്കൂൾസ് നമ്മൾ കൊടുക്കുന്ന സ്കൂളിൻ്റെ ആ വാല്യൂ എടുത്തിട്ട് n-ൽ സ്റ്റോർ ചെയ്തു. ഈ കേസിൽ നോക്കിക്കേ, ഇത് n ആണ്, n-ൻ്റെ അകത്തെ വാല്യൂ നോക്കുക, n-ൻ്റെ അകത്തെ വാല്യൂ 5 ആയി. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ നമ്മൾ ഈ ലൈൻ വായിച്ചിട്ട് എന്താണ് മനസ്സിലാകുന്നത്? പാസ് അസൈൻസ് ടു ന്യൂ ഫ്ലോട്ട് ഓഫ് n. ഇവിടെ ഇത് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ടോ? തൊട്ട് മുന്നിൽ നമ്മൾ പഠിച്ചതാണ്. നോക്കുക, പോയിന്റർ അസൈൻസ് ടു ന്യൂ ഡാറ്റ ടൈപ്പ് ഓഫ് സൈസ്. ഇതെന്താണ്? ഡൈനാമിക് അറേ ആണ്. അപ്പോൾ നോക്കുക, ഇവിടെ പോയിന്ററിന്റെ പേരെന്താ നോക്കി, നമ്മൾ പോയിന്ററിന്റെ പേര് പറഞ്ഞു പാസ് എന്നാണ് പറഞ്ഞു. സോ പാസ് അസൈൻസ് ടു ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തു. പാസിന്റെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട്, അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പോൾ നമുക്ക് സൈസ്, ഇപ്പോൾ നമ്മൾ റൺ ടൈമിൽ പറഞ്ഞു കൊടുക്കുകയാണ്, സൈസ് n എത്രയാണെന്ന് നമുക്കറിയാം. n എത്രയാണ്? 5 ആണ്. ഈ കേസിൽ, ഈ എക്സാമ്പിളിൻ്റെ അകത്ത് 5 ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ 5 എലമെന്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറേ റൺ ടൈമിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്ലിയർ ആണോ? എൻ്റർ ദ നമ്പർ ഓഫ് സ്കൂൾസ് എന്ന് പറഞ്ഞ് ഇവിടെ നമ്മളിപ്പോൾ ഒരു സ്കൂളിൻ്റെ നമ്പർ ഒരു 45 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ n-ൻ്റെ വാല്യൂ 45 വരും. അതായത് നമ്മൾ റൺ ടൈമിൽ എത്രയാണോ n-ന് ഇൻപുട്ട് ചെയ്യുന്നത് ആ വാല്യൂ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അതിനനുസരിച്ചുള്ള അറേ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ എഴുതിയേക്കുന്നത് നോക്കുക, ഡൈനാമിക് അറേ ഹാവിങ് n എലമെന്റ്സ്. ഇനി നോക്കുക, ഇതിൻ്റെ അകത്തേക്ക് വാല്യൂ നമുക്ക് ഓരോ സ്കൂളിൻ്റെയും വാല്യൂ പെർസെൻറ്റേജ് ഇൻപുട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സിൻടാക്സ് നമുക്കറിയാം. ഫോർ i അസൈൻസ് ടു 0. നമ്മുടെ ഈ കേസിൽ നോക്കിക്കുക, 5 സ്കൂളിൻ്റെ. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എങ്ങനെ വരും? നമുക്കറിയാം, അതിൻ്റെ കണ്ടീഷൻ i ലെസ് ദാൻ n. കറക്റ്റ് ആണല്ലോ? i, അതായത് ഐയുടെ വാല്യൂ 0. നമ്മുടെ ഈ കേസിലാണെങ്കിൽ 0, 1, 2, 3, 4, ഈ 5 വരെ, അതായത് 5-ൻ്റെ അകത്ത്, അതായത് 4 വരെയുള്ള ഇൻഡെക്സ് എടുക്കണം. ഇനി നമ്മൾ എഴുതുക, സി ഔട്ട് പെർസെൻറ്റ് ഓഫ് പാസ് ബൈ സ്കൂൾ. ഫസ്റ്റ് സ്കൂളിൻ്റെ എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ആദ്യത്തെ സ്കൂളിൻ്റെ വാല്യൂ i+1 ആണ്. ഐക്കകത്തെ വാല്യൂ എത്രയാണ്? 0 അല്ലേ? അപ്പോൾ 0 + 1, 1 എന്ന് വരും. നമുക്ക് ഈ ലൈനാണ് പറയുന്നത്, പെർസെൻറ്റ് ഓഫ് പാസ് ബൈ സ്കൂൾ 1 എന്ന് വരും. പിന്നെ ഒരു ഫുൾ കോളൻ ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഇഷ്ടമുള്ളൊരു വാല്യൂ കൊടുക്കാം. ഞാനിവിടെ 90.5 എന്ന് കൊടുത്തു. പ്രോഗ്രാം റൺ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഈ ലൈൻ എന്തിനാ എഴുതിയെന്നൊന്നും കൂടെ പറയാം. പെർസെൻറ്റ് ഓഫ് പാസ് ബൈ സ്കൂൾ 1 എന്ന് വരും. ഇതെന്തുകൊണ്ട് സ്കൂൾ 1 എന്ന് വന്നേ? കാരണം i+1, ഐക്കകത്ത് ഓൾറെഡി 0 ഇനിഷ്യലൈസേഷൻ നടത്തിയിട്ടുണ്ട്. സോ 0 + 1, 1. എന്നിട്ട് നമ്മൾ ആദ്യം കൊടുത്ത്, ഇപ്പം 90.5 ആണെങ്കിൽ അത് ഏതിലോട്ട് എടുക്കും? പാസ് ഓഫ് i, അതായത് പാസ് എന്ന് പറയുന്ന അറയിലെ, നമ്മുടെ അറേ ഇപ്പം ഡിക്ലെയർ ചെയ്തേക്കുന്നത് പാസ് ആണ്. പാസ് എന്ന് പറയുന്ന അറയിലെ 0 എന്ന് പറയുന്ന ലൊക്കേഷൻ കണ്ടോ, 0 എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ അകത്ത് 90.5 വന്നു. ഇനി നോക്കുക, ഇവിടെ വരും അല്ലേ? അങ്ങനെയുള്ള ഫോർ ലൂപ്പ് ഐയുടെ വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെൻറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ 1 ആകും. 1 ലെസ് ദാൻ 5. നമ്മൾ ഈ എക്സാമ്പിൾ പറയും, നമുക്കിവിടെ n 5 ആയിരുന്നു. 1 ലെസ് ദാൻ 5 വീണ്ടും ലൂപ്പിനുള്ളിൽ വന്ന് പെർസെൻറ്റ് ഓഫ് പാസ് ബൈ സ്കൂൾ 2 എന്ന് വരും. എന്തുകൊണ്ടാണ് വന്നേ? ഐയുടെ വാല്യൂ ഇവിടെ നോക്കുക 1 ആയിരുന്നു. അപ്പോൾ 1 + 1, 2. 2-ൻ്റെ അകത്ത് അടുത്ത വാല്യൂ കൊടുക്കുന്നു. അതെല്ലാം ഐയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതായത് ഈ പാസ് എന്ന് പറയുന്ന അറയിലെ i എന്ന് പറയുന്ന ഇൻഡെക്സിലേക്ക് 0, 1, 2, 3, 4 വരെ വരും. ഇനി നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 3 നമ്പറിൻ്റെ ലാർജസ്റ്റ് കാണാൻ വേണ്ടി നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. ആ ലാർജസ്റ്റ് നമ്മൾ, അല്ലെങ്കിൽ ബിഗ് അസൈൻസ് ടു 0 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാക്സ് എന്ന് പറയുന്നത്, നമുക്ക് മാക്സിമം പെർസെൻറ്റേജാണ് കാണുന്നത്. അപ്പോൾ മാക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. അത് ഫ്ലോട്ട് ആണല്ലോ. അപ്പോൾ നമുക്ക് ശരിക്കുള്ള പ്രോഗ്രാമിൽ ഇങ്ങനെ നോക്കാം, മാക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മാക്സിൻ്റെ അകത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്, മാക്സിൻ്റെ അകത്ത് പാസ് ഓഫ് 0 ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? പാസ് എന്ന് പറയുന്ന അറയിലെ നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ്, മാക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് ഈ പാസ് എന്ന് പറയുന്ന അറയിലെ 0th ലൊക്കേഷനാണ് ഹയസ്റ്റ് എന്ന് നോക്കുക. നമ്മൾ ആദ്യം കൊടുത്ത വാല്യൂ എത്രയായിരുന്നു? 90.5. 90.5 എന്ന എക്സാമ്പിൾ നോക്കാം. നമ്മൾ ആദ്യം കൊടുത്ത എൻ്റർ ദി നമ്പർ ഓഫ് സ്കൂൾസ് കഴിഞ്ഞിട്ടത്തേന് നമ്മളിവിടെ എന്താണ്? പെർസെൻറ്റ് ഓഫ് മാർക്സ് നമ്മൾ എന്താ എഴുതിയത് അതുപോലെ തന്നെ എഴുതാം. പെർസെൻറ്റ് ഓഫ് പാസ് ബൈ സ്കൂൾ 1. പെർസെൻറ്റ് ഓഫ് പാസ് ബൈ സ്കൂൾ 1.
നമ്മൾ ആദ്യം കൊടുത്തത് എത്രയായിരുന്നു? സ്കൂൾ 1. അത് എത്ര കൊടുത്തത്? 90.5. 90.5. ഓക്കെ, 90.5 എന്ന് പറയുന്ന ഈ വാല്യൂ ആദ്യത്തെ ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അതായത് പാസ് എന്ന് പറയുന്ന അറയിലെ 0 എന്ന് പറയുന്ന ലൊക്കേഷൻ സ്റ്റോർ ചെയ്തേക്കുക. ഇനി നോക്കുക, നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ലാർജസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പണ്ട് പഠിച്ച പോലെ, കഴിഞ്ഞ വർഷം പഠിച്ച പോലെ ഐ അസൈൻസ് ടു ലൂപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇഫ് പാസ് ഓഫ് ഐ, ഇഫ് പാസ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താ? പാസ് ഓഫ് 0. പാസ് ഓഫ് 0ക്കകത്ത് ഇപ്പോൾ എത്രയുണ്ട്? പാസ് എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് ആദ്യത്തെ ലൊക്കേഷൻ്റെ വാല്യൂ എത്രയാണ്? 90.5. നമ്മൾ രണ്ടാമത് ഇതുപോലെ കൊടുക്കും. നമ്മളിപ്പോൾ അടുത്തത് ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേന് അടുത്ത എന്തായിരിക്കും ചോദിക്കുന്നത്? പെർസെൻറ്റ് ഓഫ് പാസ് ബൈ സ്കൂൾ 2 എന്ന് കൊടുക്കും. അപ്പോൾ അവിടെ ഞാൻ വേറൊരു വാല്യൂ കൊടുക്കുകയാണ്, 98 എന്ന് കൊടുത്തു. അപ്പോൾ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റൺ ചെയ്യുമ്പോഴത്തേന് അത് ശരിക്കും അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? പാസ് ഓഫ് 5. പാസ് ഓഫ് 5ക്കകത്ത് നമ്മുടെ ഈ എക്സാമ്പിളിൻ്റെ അകത്ത് 90.5 ആണ്. 90.5 ഗ്രേറ്റർ ദാൻ മാസ്. അതായത് നമ്മളിപ്പോൾ രണ്ടാമത് കൊടുത്തിരിക്കുന്ന വാല്യൂ എത്രയാണ്? 98. അപ്പം 98 ഗ്രേറ്റർ ദാൻ 90.5 ആണോ? നോക്കിക്കേ, 98. ഇപ്പം നമ്മൾ രണ്ടാമത് കൊടുത്തിരിക്കുന്ന വാല്യൂ 98 ആണ്. 98 ഗ്രേറ്റർ ദാൻ മാക്സ്. മാക്സിൻ്റെ അകത്തെ വാല്യൂ എത്രയാണ്? 90.5 ആണല്ലോ. ആണെങ്കിൽ നോക്കുക, ആണെങ്കിൽ മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ അസൈൻസ് ടു, നമ്മളിവിടെ പോയിന്റർ യൂസ് ചെയ്യുന്ന പാസ് പ്ലസ് ഐ. പാസ് എന്ന് പറയുന്ന ഐയിലെ ഐ എന്ന് പറയുന്ന ലൊക്കേഷൻ നമ്മൾ 0 ഓൾറെഡി പറഞ്ഞു. ഇനി ഐ എന്ന് പറയുന്ന 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഐക്കകത്ത് മാക്സിമം അതായി. അപ്പോൾ മാക്സിമം ഇപ്പോൾ ഇവിടെ എത്രയായി? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ വർക്ക് ചെയ്യുമ്പോഴത്തേന് 98 ഗ്രേറ്റർ ദാൻ 90.5 ആണെങ്കിൽ, ആണല്ലോ, 98 ഗ്രേറ്റർ ദാൻ 90.5 ആണെങ്കിൽ മാക്സിൻ്റെ അകത്തെ പുതിയ വാല്യൂ അതായിരിക്കും. അപ്പം പുതിയ വാല്യൂ ഇവിടെ എത്രയായി? 98 ആയി. ക്ലിയർ ആണോ? ഇങ്ങനെ ഇത് 5 ലൊക്കേഷനും വർക്ക് ചെയ്യും. ഇതിൻ്റെ അകത്തെ മാക്സിമം വാല്യൂ കണ്ടെത്തി മാക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഇനി നമുക്ക് ഹയസ്റ്റ് പെർസെൻറ്റേജ് പ്രിന്റ് ചെയ്താൽ മതി. സി ഔട്ട് ഹയസ്റ്റ് പെർസെൻറ്റേജ് ഈസ് മാക്സ്. ഓക്കെ, നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോഴത്തേന് കുറച്ചും കൂടെ ക്ലിയർ ആകും. നോക്കുക, ഇതാണ് പ്രോഗ്രാം. നോക്കുക, ഇവിടെ ഒരു പോയിന്റർ വേരിയബിൾ മാക്സ് എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ, ഐ എൻ എന്ന് പറയുന്ന 2 ഇൻറ്റിജർ വേരിയബിൾ. നമ്മളോട് സ്ക്രീനിൽ ഒരു മെസ്സേജ്, എൻ്റർ ദി നമ്പർ ഓഫ് സ്കൂൾസ്. നമ്മൾ ഈ എക്സാമ്പിളിൻ്റെ അകത്ത് 5 എന്ന് കൊടുത്തു. ഈ എക്സാമ്പിളിൻ്റെ അകത്ത് നമ്മളത് 5 എന്ന് കൊടുത്തു. സി ഇൻ എൻ. അപ്പോൾ എന്നിൻ്റെ അകത്തെ വാല്യൂ എത്രയാണ്? എന്നിൻ്റെ അകത്ത് നമ്മൾ ഈ എക്സാമ്പിളിൻ്റെ അകത്ത് എന്നിൻ്റെ വാല്യൂ 5 ആയി. ഇനി നമ്മൾ ഡൈനാമിക് അറേ യൂസ് ചെയ്യുകയാണ്. അത് നമുക്കറിയാം, പോയിന്റർ അസൈൻസ് ടു. പോയിന്റർ ഏതാണ്? പാസ് അസൈൻസ് ടു ന്യൂ ഓപ്പറേറ്റർ ഡേറ്റ ടൈപ്പ്, ഇവിടെ അതിൻ്റെ സൈസ്. അപ്പോൾ ഇവിടെ നോക്കുക എൻ. അപ്പോൾ നോക്കുക, ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ശരിക്കും നമ്മൾ പാസ് അസൈൻസ് ടു ന്യൂ ഫ്ലോട്ട് ഓഫ് 5 എന്ന് വരും അല്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ 5 വന്നത്? കാരണം എന്നിൻ്റെ വാല്യൂ 5 ആണ് നമ്മൾ ഈ എക്സാമ്പിളിൻ്റെ അകത്ത്. പിന്നെ ലൂപ്പ്, ഈ ലൂപ്പ് എന്തിനാണ്? നമുക്ക് ഈ 5 ലൊക്കേഷനിലും വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. ഫോർ ഐ അസൈൻസ് ടു 0, ഐയുടെ തുടക്കത്തിലെ വാല്യൂ 0, 0 ലെസ് ദാൻ 5. ഈ എക്സാമ്പിളിൻ്റെ അകത്ത് 0 ലെസ് ദാൻ 5 ആണല്ലോ. ഐ 0 ആണ്, n 5 ആണ്. 0 ലെസ് ദാൻ 5 കണ്ടീഷൻ ട്രൂ ആണ്, ലൂപ്പിനുള്ളിൽ വന്നു. പെർസെൻറ്റ് ഓഫ് പാസ് ബൈ സ്കൂൾ 1 എന്ന് വരും. എങ്ങനെയാണ് സ്കൂൾ 1 എന്ന് പറഞ്ഞാൽ? ഐയുടെ വാല്യൂ 0 ആണ്. 0 പ്ലസ് 1 1. 1ൻ്റെ അകത്ത് നമ്മൾ ആദ്യത്തെ വാല്യൂ കൊടുക്കുന്നു. അത് ആ കൊടുത്ത വാല്യൂ പാസ് ഓഫ് ഐ, പാസ് എന്ന് പറയുന്ന അറയിലെ 0 എന്ന് പറയുന്ന ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുന്നു. വീണ്ടും ഐയുടെ വാല്യൂ 1 ആകും, നമുക്കറിയാം. പിന്നെ മാക്സ് എന്ന് പറയുന്ന നമ്മുടെ വേരിയബിളിൻ്റെ അകത്ത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് മാക്സിമം. ആദ്യം ഫസ്റ്റ് വാല്യൂ തന്നെ മാക്സിമം എന്ന് നോക്കുക. നമ്മളങ്ങനെ അസ്യൂം ചെയ്യുന്നു. പിന്നെ നമ്മൾ ഓരോ വാല്യൂ കമ്പയർ ചെയ്യുകയാണ്. അതിന് നമ്മളൊരു ഈഫ് യൂസ് ചെയ്തു. ഈ കൊടുത്തിരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ മാക്സിൻ്റെ അകത്തെ വാല്യൂ ആണെങ്കിൽ മാക്സിൻ്റെ അകത്ത് പുതിയ വാല്യൂ അത് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം. ഇത് യൂസ് ചെയ്യുമ്പോഴത്തേന് ഈ ഡീറെഫറൻസ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ ആയിരിക്കും ഗെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ വർക്ക് ചെയ്തും കൂടെ കാണിക്കാം. എൻ്റർ ദ നമ്പർ ഓഫ് സ്കൂൾസ്. നമുക്കറിയാം ഈ കേസിൽ അത് 5 ആണ്. ഞാൻ 5 എന്ന് കൊടുത്തു. ഓക്കെ, പെർസെൻറ്റ് ഓഫ് പാസ് ബൈ സ്കൂൾ 1. നമ്മൾ ആദ്യത്തെ സ്കൂളിൻ്റെ പെർസെൻറ്റേജ് ഓഫ് പാസ് 90.5. സെക്കൻഡ് സ്കൂളിന് ഞാൻ 98 എന്ന് കൊടുത്തു. തേർഡ് സ്കൂളിന് 91 കൊടുത്തു. അടുത്ത സ്കൂളിന് 87. അങ്ങനെ 5 സ്കൂളിൻ്റെ ചോദിക്കും. കാരണം നമ്മൾ ഐ ലെസ് ദാൻ n ആണ് കൊടുത്തേക്കുന്നത്. അവിടം വരെ അത് വർക്ക് ചെയ്യും. ഞാനതിന് 78 എന്ന് കൊടുത്തു.
ഇനി എൻ്റർ അടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് മാക്സിമം പെർസെൻറ്റേജ് കിട്ടണം. നോക്കുക, ഹയസ്റ്റ് പെർസെൻറ്റേജ് ഈസ് ഇതിൻ്റെ അകത്ത് 98 ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം നോക്കിക്കോണം. ഇത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാൻ ഉള്ള ഒരു പ്രോഗ്രാമാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്. എളുപ്പമാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ആ വർക്കിംഗ് മാത്രം നോക്കുക. ആകെ ഒരു സംശയം വരാവുന്നത് ഇവിടെ ഈ ഡി റെഫറൻസ് പാസ് ഓഫ് ഐ ആണ്. തൊട്ട് മുന്നിലത്തെ ക്ലാസ് കാണാത്തവർക്ക് ഈ ഭാഗം മനസ്സിലാകത്തില്ല. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡി റെഫറൻസ് ആണ്, അവിടുത്തെ വാല്യൂ ആയിരിക്കും ഗെറ്റ് ചെയ്യുന്നത്. പാസ് എന്ന് പറയുന്ന അറേയിലെ ഐ എന്ന് പറയുന്ന ലൊക്കേഷൻ, ഐയുടെ തുടക്കത്തിലെ വാല്യൂ നമുക്കറിയാം 0 ആണ്, പിന്നെ 1 ആണ്, 2 ആണ്, 3 ആണ്, 4 വരെ. 5 വരത്തില്ല, 0 ഇൻഡെക്സ് തൊട്ട് 4 ഇൻഡെക്സ് വരെ അത് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൈനാമിക് അറേ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ. ടു ഫൈൻഡ് ദി ഹയസ്റ്റ് പെർസെൻറ്റ് ഓഫ് പാസ് ഇൻ സ്കൂൾസ്. നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് പോയിൻ്റർ ആൻഡ് സ്ട്രിങ് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒന്നും കൂടെ നോക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കുക. നമുക്കത് ക്ലിയർ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു.